യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നമ്മൾ കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ദൈവവചനമാണ്, ദൈവവചനത്തിലൂടെയുമാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ദിവസവും നാം കേൾക്കുന്ന വചനം നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത്, നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത്, നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടാണിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമോ ദൈവത്തിൻ്റെ കരുണയോ ഇല്ലാതെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടാകാൻ കഴിയത്തില്ല. ഈ ശുശ്രൂഷയുടെ ബലം ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കടാക്ഷവുമാണ്. അതുകൊണ്ടാണ് ഓരോ ശുശ്രൂഷയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പാവപ്പെട്ടവർ ഈ വചനം കേൾക്കണം, പാവപ്പെട്ടവർ വചനം കേൾക്കാൻ വരണം. വീടില്ലാത്തവർ ഈ വചനം കേൾക്കണം, സാമ്പത്തിക പ്രതിസന്ധിയുള്ളവർ ഈ വചനം കേൾക്കണം, സഹായത്തിന് ആരുമില്ലെന്ന് തോന്നി ഒറ്റപ്പെട്ടു പോയവർ ഈ വചനം കേൾക്കണം, മനസ്സുകൊണ്ട് തളർന്നു പോയവർ, സങ്കടം അനുഭവിക്കുന്നവർ ഈ വചനം കേൾക്കാൻ ഇടയാകണം. എന്താ അങ്ങനെ പറഞ്ഞത്? ഈ വചനം കേൾക്കുന്നതിലൂടെ അവർക്ക് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലായി, ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ദൈവം കൊടുക്കുന്ന ഭാഗ്യവും അനുഭവിക്കാൻ കഴിയണം. ദൈവം കൊടുക്കുന്ന നന്മ അവർക്ക് അനുഭവിക്കാൻ കഴിയണം. ഞാനിത് പറയാൻ കാരണം, ഒരു കാലത്ത് നല്ലൊരു വീടില്ലാത്തവർ, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാലങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളാൽ ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടായപ്പം ഇന്ന് വലിയ നല്ല വീടുകളായി. സഞ്ചരിക്കാൻ നല്ലൊരു വസ്ത്രം ധരിക്കാൻ പോലുമില്ലാതെ ഭാരപ്പെട്ടവർ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് കൊള്ളാവുന്ന നല്ല വസ്ത്രം ധരിച്ചാണ് അവർ നടക്കുന്നത്. സഞ്ചരിക്കാൻ ഒരു ചെറു വാഹനം പോലുമില്ലാതെ ഭാരപ്പെട്ട് കാണുന്ന വാഹനങ്ങൾക്കൊക്കെയും കൈ കാണിച്ച് എപ്പോഴെങ്കിലും ഭാഗ്യം കൊണ്ട് നിർത്തും. അങ്ങനെ വന്നവർ ഇന്ന് ഒന്നിലധികം വാഹനങ്ങൾ ദൈവാനുഗ്രഹത്തിൽ ഉപയോഗിക്കുന്നു, മേടിച്ചിരിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ ഒരാൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ദൈവം തന്ന നന്മ ഒരാളല്ല, ഓരോരുത്തരും അനുഭവിക്കാൻ കഴിയണം. അതിലൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം, ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കണം, ദൈവത്തോടുള്ള കൂട്ടായ്മ വർദ്ധിക്കാൻ ഇടവരണം. അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. നമ്മളിപ്പോൾ വായിക്കുന്നത് മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. 10-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ. ദശാംശം കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, ദൈവത്തിൻ്റെ ഒരു വാക്യമാണ്. അതിനകത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. കൊണ്ടുവരണം. ദശാംശം മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം. പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ അകന്നു നിൽക്കുന്നവരെ, ഭിന്നിച്ച് നിൽക്കുന്നവരെ ദൈവനാമത്തിൽ ചേർത്ത് ദൈവത്തിലേക്ക് കൊണ്ടുവരണം. ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ വിലയുണ്ട്. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങളെ ദൈവസ്നേഹത്തിലേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, ദൈവാനുഗ്രഹത്തിലേക്കാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേരെയാ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത്? എത്ര പേരിലേക്കാണ് വചനം അയച്ചു കൊടുത്ത് ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നത്? എത്രയോ പേരാ. പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് ഈ ശുശ്രൂഷ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഈ വചനം കേൾക്കുന്നതോ ഈ വചനം പറയുന്ന ആളെയോ എല്ലാം ഭയങ്കര ദേഷ്യവും വിഷമവും കണ്ടാൽ മുഖം തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വേറൊരു സ്ഥലത്തിരുന്ന് വചനം കേട്ട്
ആ വചനത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ച വിവരം ഈ വ്യക്തിയോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഞാൻ ആയിരിക്കുമ്പം മുഖം തിരിച്ചു പോകുന്നയാൾ ഓടി വന്ന് എന്നെ മുട്ടി വിളിച്ച്, എന്നാ കൊണ്ട് വിശേഷം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എൻ്റെ മക്കളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന? ഇതിനു മുമ്പ് എന്നെ കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നില്ലല്ലോ. അതന്നല്ലേ. ഇന്ന് എനിക്ക് ഈ പ്രാർത്ഥനയിൽ വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. ഈ വചനത്തിലൂടെ എനിക്ക് ഏതോ സമയത്ത് ഒരു കേട്ട വചനം അദ്ദേഹത്തെ സ്വാധീനിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ സ്വാധീനിച്ചു. അത് ആ വ്യക്തിയിൽ ഭയങ്കര വിശ്വാസം വർദ്ധിച്ചു. നിങ്ങൾ ദൈവത്തിലേക്കൊരാളെ കൊണ്ടുവന്നാൽ, ദൈവവചനത്തിലേക്കൊരാളെ കൊണ്ടുവന്നാൽ, ദശാംശം മാത്രമല്ല കൊണ്ടുവരേണ്ടത്, അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ, ഒരാളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ 11-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല, നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. അവസാനത്തെ വാക്ക് കേട്ടോ, അനുഗ്രഹീതർ എന്ന് നിങ്ങളെ വിളിക്കും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് നിങ്ങളെ അനേകർ വിളിക്കും. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളെ അനുഗ്രഹീതർ എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ദേശത്തുള്ളവർ, നിങ്ങളുടെ നാട്ടിലുള്ളവർ, പള്ളിയിലുള്ളവർ, അയൽവാസികൾ, പരിചയക്കാർ, സുഹൃത്തുക്കൾ, നിങ്ങൾ അനുഗ്രഹീതർ എന്ന് വിളിക്കാൻ ദൈവം ഇടവരുത്തും. ദേശത്തിൽ ആനന്ദമുണ്ടാകും. ആനന്ദം, സമാധാനം. സമാധാനത്തെക്കാളൊക്കെ കുറച്ചുകൂടെ ഗൗരവമുള്ള വാക്കാണ് ആനന്ദം, ഇല്ലേ? സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളൊക്കെ കുറച്ചുകൂടെ മേലെ നിൽക്കുന്നൊരു വാക്കാണ് ആനന്ദം. ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതൊന്നും വെറുതെ ആകില്ല. ദൈവം ആ വ്യക്തിയെ എത്രമാത്രം അനുഗ്രഹിക്കുന്നതെന്ന് ഈ 11-ാം വാക്യം വായിച്ചാൽ പിടികിട്ടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടിക്കിളികളെ ശാസിക്കും. വെട്ടിക്കിളികൾ അത് വിളവ് നശിപ്പിക്കുന്നതാണ്. ആ നശിപ്പിക്കുന്നതിനെ ഞാൻ ശാസിക്കും. നിങ്ങളെ നശിപ്പിക്കുന്ന എല്ലാ കാര്യവും ദൈവം മാറ്റും. നിങ്ങളെ നശിപ്പിക്കുന്ന എന്തേലും ഉണ്ടോ? നിങ്ങളെ നശിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ? അതിനെയെല്ലാം ദൈവം മാറ്റാൻ തുടങ്ങും. 2, നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ അത് വെറുതെയാകില്ല, അത് ഫലശൂന്യമാവുകയില്ല. ഒരാൾ ദൈവീകമായൊരു കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അധ്വാനത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കണ്ട, ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ, ആ വ്യക്തിയുടെ അധ്വാനത്തെ അനുഗ്രഹിക്കുന്ന കണ്ടോ? നിങ്ങൾ ദൈവവചനം കേൾക്കുകയും അനേകർക്ക് വചനം കൊടുക്കുകയും ചെയ്യുമ്പം നിങ്ങളുടെ പ്രവൃത്തിയെ, നിങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിക്കും. അനുഗ്രഹീതർ എന്നും ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ എല്ലാ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. പിള്ളേരുടെ പഠിത്തം, അവരുടെ സ്വഭാവം, അവരുടെ ആത്മീയ ജീവിതം, നിങ്ങളുടെ വരുമാന മാർഗം, കൃഷിയിടം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, എന്തുമാകട്ടെ, അത് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വേറൊരാൾക്ക് തോന്നും. അതിന്മേലൊരു ദൈവാനുഗ്രഹം ഉണ്ടായിന്ന്. അനുഗ്രഹീതരെന്നും നിങ്ങളെ പലരും വിളിക്കും. നിങ്ങളുടെ ദേശമോ ആനന്ദത്തിൻ്റെ ദേശമാകും. വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബം ആനന്ദത്തിൻ്റെ കുടുംബമാകും. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവിക സമാധാനം, സന്തോഷം, ആനന്ദം, കൂട്ടായ്മ വളരും, നിറയും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കലവറയിലേക്ക് ദശാംശം കൊണ്ടുവരുവിൻ. ഞാൻ ആ കൊണ്ടുവരുവിൻ എന്ന വാക്കിനെയാണ് പ്രാധാന്യത്തോടെ പ്രസംഗിച്ചത്. ദശാംശത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ദശാംശം മാത്രമല്ല, നമ്മൾ അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം. ആ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. ആ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരണം. അനേകരെ ദൈവത്തിലേക്ക് എത്തിക്കണം. നമ്മൾ കാരണം അനേകം വ്യക്തികൾ മാനസാന്തരപ്പെടണം, ദൈവത്തിൻ്റെക്ക് വരണം, അനുദപിക്കണം, മാനസാന്തരം ഉണ്ടാകണം. അതിന് ഒത്തിരി പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകുന്ന പ്രതിഫലമുണ്ട്, ദൈവം നൽകുന്ന അനുഗ്രഹമുണ്ട്. ഇതൊക്കെ മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെ ഗൗരവവും വിലയും നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാകാൻ പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും നടക്കുന്ന ശുശ്രൂഷകളൊക്കെ
അനേകർക്ക് ദൈവാനുഗ്രഹത്തിന് കാരണമാകട്ടെ. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത്, കൗൺസിലിംഗ് ശുശ്രൂഷകൾ, വിശുദ്ധരുടെ മാധ്യസ്ഥം തേടിയുള്ള നിയോഗ പ്രാർത്ഥനകൾ, ഓരോന്നും ഓരോ അനുഗ്രഹത്തെയാണ് ക്ഷണിച്ചു വരുത്തുന്നത്, ഓരോ അനുഗ്രഹത്തെയാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഇന്നലെ ശുശ്രൂഷക്കാരോട് പറയുമായിരുന്നു, പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷക്കാരോട് ഞങ്ങൾ പറഞ്ഞേ, ഇവിടെ വന്ന് ജനം അനുഗ്രഹം പ്രാപിക്കുന്നതും ആ കൂട്ടായ്മയും കാണാൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടായല്ലോ ഈ കാലഘട്ടത്തിൽ. അത് കാണാൻ കഴിഞ്ഞതു തന്നെ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാകട്ടോ എന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ യാത്രകളിൽ, തീരുമാനങ്ങളിൽ, കുടുംബജീവിതത്തിൽ, പിള്ളേരുടെ പരീക്ഷകൾ, പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളിൽ പോകാൻ തയ്യാറെടുക്കുന്നവർ, വിസ റിജക്റ്റായവർ, വീണ്ടും വിസ അപ്ലൈ ചെയ്തവർ, വിവിധ രാജ്യങ്ങളിൽ PR വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നവർ, പഠന ബുദ്ധിമുട്ടുകൾ മാറാൻ പ്രാർത്ഥിക്കുന്നവർ, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ പ്രാർത്ഥിക്കുന്നവർ, എല്ലാവർക്കുള്ളൊരു ദൂതായി ഇന്ന് കേട്ടത്, അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ ദേശമോ നിങ്ങളുടെ കുടുംബമോ ആനന്ദത്തിൻ്റെ സ്ഥലമായി മാറും. അവിടെ വിലാപവും പല്ലുകടിയല്ല, ആനന്ദം ഉണ്ടാവും. നിരാശകൾ മാറും, രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ, സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ദൈവത്തെ ഈ വചനം നിങ്ങളിൽ ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. അനേകർക്ക് ഈ വചനം സൗഖ്യത്തിന് കാരണമാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവിധ ദൈവിക സംരക്ഷണവും ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ യാത്രകൾ അനുഗ്രഹമാകട്ടെ, തീരുമാനം അനുഗ്രഹമാകട്ടെ. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക ഭദ്രതയും എല്ലാം ദൈവം നിങ്ങൾക്ക് തരട്ടെ. താമസിക്കാൻ നല്ലൊരു ഭവനം നിങ്ങൾക്കുണ്ടാകട്ടെ, സഞ്ചരിക്കാൻ നല്ലൊരു വാഹനം ഉണ്ടാകട്ടെ, ജീവിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ, നല്ല കുടുംബ സമാധാനമുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ ഇങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരു അനർത്ഥവും വരാതെ ഈ വ്യക്തിയെ, കുടുംബത്തെ അങ്ങ് സൂക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ദൈവം നിങ്ങളെ സഹായിക്കും. നാളെയും 5:30 തന്നെ, അതൊരു അനുഗ്രഹമാണ്. 5:30 തന്നെ ഒരുമിച്ച് വചനം കേൾക്കാൻ ഭാഗ്യവും സമയവും ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.